വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ മഴ സമയം. എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ആ സമയത്ത് ഇപ്പം നമ്മൾ ഒരുവിധം നല്ല സ്പീഡിലാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ആ സമയത്ത് വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഭയങ്കര നല്ല രീതിയിൽ സ്പീഡ് കുറച്ച് മാത്രം നമ്മൾ മഴ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ മഴ സമയത്ത് വാഹനങ്ങളിൽ നിന്ന് ഈ പെട്രോൾ ഡീസലൊക്കെ എണ്ണത്തുള്ളികൾ പോലെ റോഡിൽ വീണ് കിടക്കും. അപ്പോൾ ഇത് മഴവെള്ളമായിട്ട് ചേർന്നിട്ട് ശരിക്കും ഒരു വഴുവഴുക്കലായിരിക്കും റോഡിലൊക്കെ. അപ്പം നമുക്ക് വണ്ടികൾക്ക് സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വളരെ പതുക്കെ മാത്രം നമ്മൾ ഓടിച്ചാലേ നമുക്ക് ആ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വഴുവഴുക്കുള്ള റോഡിലെ നമ്മൾ വാഹനം വെട്ടിത്തിരിക്കുന്നതും പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നതും ഒക്കെ പെട്ടെന്ന് ആക്സിഡന്റുകൾ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിലാക്കിയിട്ടേ എപ്പോഴും ഓടിക്കാവുള്ളൂ. ഈ മഴയിൽ റോഡ് വ്യക്തമായി കാണാനും നമ്മുടെ വാഹനം മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും. ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വിടാം കേട്ടോ. പിന്നെ അതിശക്തമായ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് പോകാം. പിന്നെ ഈ നമ്മൾ യാത്ര പോകുന്നതിന് മുന്നേ ടയറിന്റെ നിലവാരം ഭയങ്കരമായിട്ട് പരിശോധിക്കണം. ഈ ടയറിന് തേയ്മാനം കൂടുതലാണെങ്കിലേ അതിന്റെ ഗ്രിപ്പ് വളരെ കുറയും. അപ്പം നമുക്ക് പെട്ടെന്ന് റോഡിൽ അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ അലൈൻമെന്റും വീൽ ബാലൻസിങ്ങും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇത് വണ്ടി എടുത്ത് നമ്മൾ ഒരു ട്രിപ്പ് പോകാറുള്ളൂ. കാരണം ഈ ടയറിലെ വായുമർദ്ദം നിശ്ചിത അളവിലല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും അത്. പിന്നെന്താന്ന് വെച്ചാൽ മറ്റേ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, മറ്റേ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവയൊക്കെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ നോക്കണം കേട്ടോ. എന്നിട്ട് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ വലിയ വാഹനങ്ങളുടെ പുറകിൽ പോകുമ്പോഴേ നമുക്ക് മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെളി ഇങ്ങനെ തെറിക്കും. ചെളിവെള്ളമൊക്കെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് വന്ന് തെറിക്കും. അപ്പം അത് വെള്ളവും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വലിയ വാഹനങ്ങളുടെ തൊട്ട് പുറകെ പോകുന്ന ആ രീതി അതങ്ങ് നിർത്തണം. അല്ലെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് വേണം മാത്രമേ നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാവുള്ളൂ. അത് വളരെ സൂക്ഷിക്കണം. പിന്നെ ഭയങ്കര ശക്തമായ മഴയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വാഹനം ഓടിക്കുന്നത് നിങ്ങൾ നിർത്തണം. എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് നമുക്കൊന്ന് റോഡ് കുറച്ചെങ്കിലും കാണാമെന്നുള്ളൊരവസ്ഥയാകുമ്പോൾ മാത്രം വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ ഈ മഴയത്ത് ഓടിക്കരുതെന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നനവുള്ള റോഡിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരിക്കലും വണ്ടി നിൽക്കത്തില്ല. അത് കുറച്ച് ദൂരെ മാറിയേ നിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അപകടം നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം നിങ്ങൾ ഈ മഴയത്ത് വണ്ടി ഓടിക്കാൻ. ഇതുപോലെ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്താലേ നമുക്ക് ഈ മഴ സമയത്തെ അപകടങ്ങൾ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം വളരെ കെയർഫുള്ളായി വണ്ടി ഓടിക്കുക. എല്ലാവരും സേഫായിരിക്കുക.